ഓപ്പറേഷൻ താമര ആരോപണവുമായി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സർക്കാർ അട്ടിമറിക്കാൻ എല്ലാ എംഎൽഎമാർക്കും ബിജെപി 25 കോടി രൂപ വീതം വാഗ്ദാനം ചെയ്തു എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. RK, ബീഹാറിൽ ഒരു രാഷ്ട്രീയ അട്ടിമറി നീക്കം നടക്കുന്നെന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഇപ്പോൾ ഡൽഹിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എന്താണ് ആം ആദ്മിയുടെ ആരോപണം? RK, ഇഡിയുടെ പക്കൽ നിന്ന് തുടർച്ചയായിട്ട് നോട്ടീസുകൾ ലഭിക്കുന്നു. ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമൻസിന് അരവിന്ദ് കെജ്രിവാൾ അംഗീകരിക്കാത്തൊരു സാഹചര്യം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പുതിയൊരു രാഷ്ട്രീയ ആരോപണം അരവിന്ദ് കെജ്രിവാൾ ഉന്നയിക്കുന്നത്. അവിടെയുള്ള സർക്കാരിനെ, ഡൽഹിയിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ബിജെപി തീരുമാനിച്ചിരിക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് ആം ആദ്മി പാർട്ടി അംഗങ്ങൾക്ക് അഥവാ എംഎൽഎമാർക്ക് 25 കോടി രൂപ വരെ ബിജെപി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് എല്ലാ എംഎൽഎമാർക്കും ഈ വിധത്തിൽ വാഗ്ദാനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണം. ഈ ഒരു സാഹചര്യത്തിൽ ബിജെപി ഡൽഹിയിൽ സർക്കാരിനെ മറിച്ചിടാനായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന നീക്കങ്ങളാണ് ഇത് എന്ന ആരോപണമാണ് അരവിന്ദ് കെജ്രിവാൾ ഉന്നയിക്കുന്നത്. ഫലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇതിനകം മാറിയിരിക്കുന്ന ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വലിയ പ്രതിഷേധ പരിപാടികൾക്കും ഈ രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങളിലുണ്ടായ ബിജെപിക്ക് അനുകൂലമായിട്ടുള്ള വികാരങ്ങൾ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ശോഭായാത്രകൾ അടക്കം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായിട്ട് ബിജെപിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ആരോപണം വഴി അരവിന്ദ് കെജ്രിവാൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ബിജെപിയുടെ ഭാഗത്ത് നിന്ന് വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണമാണ് അരവിന്ദ് കെജ്രിവാൾ നടത്തുന്നത് എന്ന പ്രതികരണം വന്നു കഴിഞ്ഞു. കൂടുതൽ ശക്തമായിട്ടുള്ള പ്രതികരണം ബിജെപി അല്പസമയത്തിനകം നടത്തുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഉന്മേഷ്. ശരി, RK. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.